ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. കുടംപുളി എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണക്കിയെടുക്കുന്നത് അതൊന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അടുപ്പൊന്നുമില്ല. അടുപ്പിൻ്റെ മുകളിൽ പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ, കോർത്തിട്ട് ഉണക്കിയെടുക്കും. പക്ഷെ അങ്ങനെ ഉണക്കാനുള്ള സൗകര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ അടുപ്പ് നമ്മൾ ഉപയോഗിക്കാനുള്ള ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കുറച്ച് കുടംപുളി കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കും. നൈസായിട്ട് അരിയുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും, അല്ലെങ്കിൽ ഉണങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, നമ്മളത് നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. കുടംപുളി വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കുടംപുളി ഉണ്ട്. നൈസായി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മളതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, ഇത്തിരി അധികം ഉപ്പ് ഇട്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ കേട് വരും, പെട്ടെന്ന് പൂപ്പൽ വരും. അപ്പോൾ നമ്മൾ അതിട്ടിട്ട് നന്നായിട്ട് തിരുമ്പണം. ആ ഉപ്പ് അതിലേക്ക് പിടിക്കണം. മഞ്ഞളും നല്ലോണം നമ്മൾ അത് കുഴച്ചെടുക്കണം. എന്നാൽ നമുക്കത് അതിലേക്ക് ഈ ഉപ്പും മഞ്ഞളൊക്കെ ഇറങ്ങിയാലാണ് അത് നല്ല രീതിയിൽ കുറച്ച് നാൾ ഇരിക്കുള്ളൂ. ഒരുപാട് ഗുണങ്ങളുണ്ട് കുടംപുളിക്ക്, നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. നമുക്ക് വയറിന് നല്ലതാണ്. അതുപോലെ ചീത്ത കൊളസ്ട്രോൾ പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നല്ല രീതിയിൽ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഇട്ട് നന്നായിട്ട് അത് പെനഞ്ഞെടുക്കും. അത് നന്നായിട്ട് തിരുമ്പിയെടുക്കാം. അത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ സൂപ്പറാണ്. കാരണം ഒറ്റ രീതിയിൽ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇപ്പം നമുക്ക് മഴയാണ്, അയ്യോ ഉണങ്ങിയില്ലല്ലോ, കേടായി പോവോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. കേടാവില്ല. ഒരു ഈച്ച പോലും വന്നിരിക്കില്ല. കാരണം നമ്മളതിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ചേക്കല്ലേ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് കാണിക്കാൻ എളുപ്പമായി. അതിനൊരു പേപ്പർ വിരിച്ച് അതിലേക്ക് ഞാനിത് പരത്തിയിടാണ്. നല്ലോണം പരത്തിയിടണം. മുമ്പത്തെ അരിഞ്ഞത് ഞാനവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നല്ല വെയിലുണ്ട്, മഴയില്ല, ഭാഗ്യമായി. നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളൂ, വളരെ നല്ലതാണ്. മീൻകറി വെക്കാനായിട്ട് ഏറ്റവും സൂപ്പറല്ലേ കുടംപുളി. ഞാൻ മുമ്പ് അരിഞ്ഞ് വെച്ച് വെയിലത്ത് ഉണക്കിയതാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത്. അത് ഞാൻ കുപ്പിയിൽ ഒരു ചില്ലിട്ട കുപ്പിയിൽ അടച്ച് നല്ല ഭദ്രമായിട്ട് വെച്ചേക്കായിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കണ്ടോ, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു ബ്ലാക്കൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഉണക്കിയ കുടംപുളിയാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കറിയിൽ ഉപയോഗിക്കാം. നല്ല ഗുണമാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.